നിനക്കെന്താ എന്നോട് പറയാണ്ടെന്ന് പറഞ്ഞു? ഡാ മീനു, നിനക്ക് ചായ കുടിക്കാൻ വേണം. നീ രാത്രി ഒറ്റ പോയി കുടിക്കണം. അല്ല നിന്റെ റൂംമേറ്റ് സ്വാതില്ലേ, അവളെ കൂട്ടി പോണം. അല്ലാണ്ട് തൊട്ടേനും പിടിച്ചാൽ അവനെ വിളിക്കല്ല വേണ്ട. മനസ്സിലായോ? ഞങ്ങൾ ആരും അറിയാതെ ഒന്നും ഇല്ലല്ലോ പോകുന്നത്. എന്നോട് പറഞ്ഞിട്ടല്ലേ പോകുന്നേ? കുറച്ചുകൂടെ പ്രോഗ്രസീവ് ആവേബി. ശരിയാ അങ്ങനെയല്ല. എനിക്ക് നിന്നോട് സംസാരിക്കാനും നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും ആ പല ടൈം കിട്ടുന്ന പണ്ടാരം ജോലി കഴിഞ്ഞ് രാത്രിയായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ ജോലിക്കിടക്കായിരിക്കും. ഒന്നും മനസ്സിലാകും. നിന്റെ പോസസീവ്നെസ്സിന് വേണ്ടി ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണം നോക്കാൻ പറ്റില്ല. ഒന്നും ഉപേക്ഷിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനേ ഞാൻ പറഞ്ഞോളൂ. അപ്പൊ ഇതൊന്നും ടൈമല്ലേ ബി? പിന്നെ ഫണ്ടിന് എന്തെങ്കിലും ആവശ്യം വന്നാൽ ചോദിക്കാൻ എനിക്ക് അവനേ ഉള്ളൂ. നിന്റെ എന്തെങ്കിലും ഉണ്ടോ? അറ്റ്ലീസ്റ്റ് ഈ ചായയുടെയും ജ്യൂസിൻ്റെയും കാശങ്ങൾ കൊടുക്കാൻ നിന്റെ ഉണ്ടോ? അവസ്ഥയാണ് ബ്രോ അത് വല്ലാത്തൊരു അവസ്ഥയാണ്. അവർക്ക് അത് അത്ര എളുപ്പമായിരിക്കും ആ വക കാര്യങ്ങൾ നമ്മളടുത്ത് പറയാനും നമ്മളടുത്ത് അങ്ങനത്തെ രീതിയിൽ സിമ്പിൾ ആയിട്ട് നിൽക്കാനും. പക്ഷെ നമുക്കത്ര അത് എളുപ്പമുള്ള ഒരു കാര്യമല്ല അവരിമാരി കാര്യങ്ങൾ നമ്മളടുത്ത് കൺവേ ചെയ്യുമ്പോൾ. പിന്നെ എന്താ പറയണ്ടേ, ഇതില് എങ്ങനെയാണ് ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പില് എന്തിനാണ് ഈ അനാവശ്യമായിട്ട് ഒരു മിഡിൽ മാനെ അല്ലെങ്കിൽ ഒരു മിഡിൽ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളെ കേട്ടേണ്ട ആവശ്യമൊന്നുമില്ല. സത്യം പറയുകയാണെങ്കിൽ അതിന്റെ ഒരു ആവശ്യമില്ല. ആത്മാർത്ഥമായിട്ട് സ്നേഹം ഉണ്ടെങ്കിൽ അവരും നിങ്ങളും, അത് മാത്രം മതി. അതിന്റെ ഇടയിൽ വേറെ ഒരു മൂന്നാമൻ കയറേണ്ട ഒരു കാര്യവുമില്ല. എക്സിസ്റ്റ് ചെയ്താൽ തന്നെ ആ റിലേഷൻഷിപ്പ് പോയി. അതാണ് സത്യാവസ്ഥ. എടി, ഞാൻ എന്തായാലും ഒരു കഫേ സെറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ഞാൻ എന്തായാലും ഇതിൽ സെറ്റിലാവും. നീ എനിക്കൊരു കുറച്ച് സമയം കൂടെ തരാമോ? എടാ, കഴിഞ്ഞ 3-4 വർഷമായിട്ട് നീ ഇതന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇനി ഇതെനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അനു, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. എന്നെ ഒന്ന് മനസ്സിലാക്ക്. നിന്നെ മനസ്സിലാക്കിയതുകൊണ്ടല്ലേ ഞാൻ ഈ ഡിസിഷൻ എടുത്തത്. ആ വണ്ടിയിലിരിക്കണം നിന്റെ അനിയനാറിയല്ലേ? ഇതും അവന്റെ ഡിസിഷൻ ആയിരിക്കൂലേ? നീ എന്ത് പറഞ്ഞാലും എന്റെ വീട്ടുകാരെ പറയണ എന്തിനാ? നിന്റെ വീട്ടുകാരെ പറഞ്ഞപ്പോ നിനക്ക് കൊണ്ടുപോലേ? കഴിഞ്ഞ 4-5 വർഷം പ്രണയിച്ച് നടന്ന ഞാൻ നിനക്ക് ആരും അല്ലാണ്ടായി. എല്ലാം പറഞ്ഞു നിർത്തി പോകാൻ നിനക്ക് എളുപ്പമായിരിക്കൂലേ? എടാ മതി, നിർത്ത്. ഞാനിനി എന്താ ചെയ്യണ്ടായിരുന്നു? എടാ എനിക്ക് അറിയില്ല. എടാ, ഈ ജ്യൂസിന്റെ പൈസ പോലും കൊടുക്കാൻ നിന്റെ ഇല്ലാന്ന് എനിക്കറിയാം. എടാ, നമുക്കിത് ഇവിടെ നിർത്താം. ഇനി എന്നെ വിളിക്കരുത്. എടാ, ചേട്ടൻ വെയിറ്റ് ചെയ്യുക. ഞാൻ എന്നാ പോവാം. പറയാനുള്ളതൊക്കെ പറഞ്ഞില്ലേ? പോലെ ഉറപ്പില്ലാത്ത ഒരു കാര്യം ഉണ്ടെങ്കിൽ ദയവേത് ഈ പണിക്ക് പോകരുത്. നാളെ ഒരു സമയത്ത് ഭയങ്കര പ്രാക്ടിക്കലും നല്ലൊരു രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഉറപ്പില്ലാത്ത കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് പിന്നീട് നിങ്ങൾക്ക് ഭയങ്കര ഇതായിട്ട് തോന്നും. അപ്പം അത് കുറച്ചൊന്ന് നമ്മൾ പറയാൻ ശ്രമിക്കുമ്പം നമ്മൾ ചിലപ്പോൾ അത് നിങ്ങളെ ടോർച്ചർ ചെയ്യും പോലെ ആവും, നിങ്ങളെ പ്രഷർ ചെയ്യിപ്പിക്കും പോലെ ആവും. ഇതിപ്പോ 2 കൂട്ടുകാരുടെ സൈഡിൽ നിന്നുണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിലും. അതാണ്. അപ്പം അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ പണിക്ക് ഇറങ്ങുക. ചുമ്മാ ഒരാളുടെ ഇമോഷനും സമയവും ടൈമും വെച്ച് ദയവേത് കളിക്കാതിരിക്കുക. അതാണ് ആദ്യമേ പറയേണ്ടത്.